അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് കണ്ടൻസ്ഡ് ആൻഡ് ഡ്രൈഡ് മിൽക്ക് ആണ്. വളരെ സിമ്പിൾ ആണ്. എന്താണ്? സ്വാഭാവികമായിട്ടും നമുക്കറിയാം, അതിനകത്തുള്ള വാട്ടർ കണ്ടന്റ് റിമൂവ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കണ്ടൻസ്ഡ് മിൽക്കും അതുപോലെ ഡ്രൈഡ് മിൽക്കും ഒക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അത് മാത്രമല്ല, ഇത് സാധാരണ പാലിനേക്കാളോ പാൽ ഉൽപ്പന്നങ്ങളെക്കാളോ കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും അല്ലെ. അപ്പൊ നമ്മുടെ ഒരു ക്ഷീര കർഷകർക്ക് അല്ലെങ്കിൽ ഒരു ഡയറി ഇൻഡസ്ട്രിക്ക് ഒരു നല്ല രീതിക്കുള്ള ഒരു എക്കണോമിക് സപ്പോർട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ നല്ല ലാഭം കൊടുക്കാൻ പറ്റുന്ന രണ്ട് പ്രോഡക്റ്റുകളാണ് ഈ ഇവാപ്പറേറ്റഡ് മിൽക്ക്, ഡ്രൈഡ് മിൽക്ക്, അതുപോലെ കണ്ടൻസ്ഡ് മിൽക്ക്, സ്വീറ്റൻഡ് കണ്ടൻസ്ഡ് മിൽക്ക് മുതലായവ. അതുപോലെ ഇൻഫാന്റ് മിൽക്ക് പൗഡറുകൾ ഉണ്ടല്ലോ. ഇതൊക്കെ നല്ല ഒരു എക്കണോമിക് നമ്മുടെ ഡയറി ഇൻഡസ്ട്രിക്ക് വളരെയധികം സപ്പോർട്ട് കൊടുക്കുന്ന അല്ലെങ്കിൽ നല്ല ലാഭം നൽകുന്ന ഏരിയാസ് ആണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഐറ്റംസ് ആണ്. സോ നമുക്ക് നോക്കാം. ആദ്യത്തേത് കണ്ടൻസ്ഡ് മിൽക്ക്. കണ്ടൻസ്ഡ് ആൻഡ് ഡ്രൈഡ് മിൽക്ക് നോക്കുകയാണെങ്കിൽ അതിനകത്ത് എന്താണ്? മിൽക്ക്, സ്കിം മിൽക്ക്, വേ ആൻഡ് അതർ മിൽക്ക് പ്രോഡക്ട്സ് ക്യാൻ ബി കോൺസെൻട്രേറ്റഡ്. കോൺസെൻട്രേറ്റഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പാലിനകത്തുള്ള ജലാംശത്തെ റിമൂവ് ചെയ്ത് കളയുക. അപ്പൊ എന്താണ്? ഇത് കുറച്ചുകൂടെ കോൺസെൻട്രേറ്റഡ് ആവും അല്ലെ. അതിനകത്തുള്ള മറ്റ് കണ്ടന്റുകളെല്ലാം കൂടെ കോൺസെൻട്രേറ്റഡ് ആവുകയും വെള്ളം ഇവാപ്പറേറ്റഡ് ആയി പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കണ്ടൻസ്ഡ് മിൽക്ക് എന്ന് പറയുന്നത്. ഇതിന്റെ മെയിൻ പർപ്പസ് എന്താണ്? ടു ഡിമിനിഷ് ദ വോളിയം ആൻഡ് എൻഹാൻസ് ദ ഷെൽഫ് ലൈഫ് ക്വാളിറ്റി. അപ്പൊ കൂടുതൽ നാള് കേടുകൂടാതെ സൂക്ഷിച്ചു വെക്കുക, അതുപോലെ എന്താണ്? അതിന്റെ വോളിയത്തിന് റെഡ്യൂസ് ചെയ്യുക. ഒരുപാട് പാലിന് പകരം അതിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിന്റെ വോളിയം റെഡ്യൂസ് ചെയ്യുക. അതുപോലെ ടേസ്റ്റ് വൈസും എന്താണ്? ഇംപ്രൂവ്മെന്റ് ഉണ്ട് അല്ലെ. വാട്ടർ ക്യാൻ ബി റിമൂവ്ഡ് ഫ്രം ദ മിൽക്ക് ബൈ, എങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റും? സ്വാഭാവികമായും ഇവാപ്പറേഷൻ വഴി അല്ലെ. ഇവാപ്പറേഷൻ വഴി അതിനകത്തുള്ള ജലാംശത്തെ റിമൂവ് ചെയ്യാൻ സാധിക്കും. ആൻഡ് ഇൻ അഡീഷൻ ടു വാട്ടർ, വേറെ എന്തൊക്കെ സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോകാം? വോളറ്റൈൽ ആയിട്ടുള്ള സബ്സ്റ്റൻസുകൾ അല്ലെങ്കിൽ എന്താണ്? ആ പാലിനകത്ത് അടങ്ങിയിട്ടുള്ള ഡിസോൾവ് ആയിട്ടുള്ള ഗ്യാസുകളൊക്കെ റിമൂവ് ചെയ്തു പോകും ഈ ഒരു ഇവാപ്പറേഷന്റെ സമയത്ത്. ഇനി ഇവാപ്പറേഷൻ ഈസ് യൂഷ്വലി ഡൺ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ. ജനറലി എന്താണ്? റെഡ്യൂസ്ഡ് പ്രഷർ കണ്ടീഷനിലാണ് ചെയ്യുന്നത്. അപ്പൊ എന്താണ്? കുറഞ്ഞ ടെമ്പറേച്ചർ മതി അല്ലെ, ടു പ്രിവെന്റ് ദ ഡാമേജ് കോസ്ഡ് ബൈ ഹീറ്റിംഗ്. അപ്പോൾ നമ്മൾ ഭയങ്കര ഹീറ്റ് കൊടുക്കുകയാണെങ്കിൽ ആ പാലിനകത്തുള്ള മറ്റു കോൺസ്റ്റിറ്റ്യുവൻസിന് എന്തെങ്കിലും ബേണിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ പ്രധാനപ്പെട്ട കോമ്പോസിഷനിന് മാറ്റം വരികയോ നഷ്ടപ്പെട്ടു പോവുകയോ ചെയ്യാം. ഇങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ചെറിയ ടെമ്പറേച്ചർ, പക്ഷെ എന്താണ്? റെഡ്യൂസ്ഡ് പ്രഷറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവാപ്പറേഷൻ ചെയ്യുന്നത്. Dry milk production has become an increasingly important segment of the dairy industry, which is expected to grow further because of its features such as better keeping quality. ഇത് നമ്മളുടെ ഡയറി ഇൻഡസ്ട്രിയിലെ വളരെ പ്രയോജനപ്രദമായിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം ഡിമാൻഡ് ഉള്ള ഒരു ഏരിയ ആയിട്ട് മാറാനുള്ള പ്രധാന കാര്യം എന്താണ്? ബെറ്റർ കീപ്പിംഗ് ക്വാളിറ്റി. ഒരുപാട് ഷെൽഫ് ലൈഫ് ഉണ്ട്. ഒത്തിരി നാളത്തേക്ക് നമുക്കിതിനെ കേടുകൂടാതെ സൂക്ഷിച്ചു വെക്കാൻ കഴിയും. കാരണം എന്താണ്? അതിനകത്ത് മോയ്സ്ചർ കണ്ടന്റ് ഇല്ല, ജലാംശം മാറ്റിയല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഷെൽഫ് ലൈഫ് ഇംപ്രൂവ് ആയി എന്നാണ് പറയുന്നത്. പിന്നെ കുറഞ്ഞ സ്റ്റോറേജ് സ്പേസ് മതി. അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറയ്ക്കാൻ സാധിക്കും. ഒരു 50 ലിറ്റർ പാല് ട്രാൻസ്പോർട്ട് ചെയ്തതിനേക്കാളും അതിനെ കോൺസെൻട്രേറ്റഡ് ആക്കി ആ ഒരു രൂപത്തിലാണെങ്കിൽ എന്താണ്? കൂടുതൽ വോളിയം റെഡ്യൂസ് ചെയ്യാൻ പറ്റും, വോളിയം ഡിമിനിഷ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് കിട്ടും. ഇതിന് നമുക്ക് ഈസിലി ട്രാൻസ്പോർട്ട് ചെയ്യാൻ കഴിയും. സോ ലോവർ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. അങ്ങനെ ഫൈനലി അട്രാക്റ്റീവ് എക്കണോമിക്സ്, നമുക്ക് നല്ല രീതിയിലുള്ള ലാഭം ഈ കണ്ടൻസ്ഡ് മിൽക്ക്, ഡ്രൈഡ് മിൽക്ക് മുതലായവയിൽ നിന്ന് നേടാൻ സാധിക്കും. ഇനി പണ്ട് കാലത്ത് ബട്ടർ, ട്രഡീഷണൽ ബട്ടർ എന്ന് പറയുന്നത് മിൽക്ക് ഫാറ്റിന്റെ ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള മിൽക്ക് ഫാറ്റിന് പകരം നമ്മൾ ബട്ടർ കഴിച്ചാൽ നമുക്ക് മിൽക്കിലെ ഫാറ്റ് കിട്ടുമല്ലോ. അപ്പൊ ബട്ടർ അതിന്റെ ഒരു സംഭവമായിരുന്നു. അതേപോലെ തന്നെ പാലിനകത്ത് സെയിം പർപ്പസ് ആണുള്ളത്. പാലിനകത്ത് സോളിഡ് നോൺ ഫാറ്റിന് പകരം നമുക്ക് എന്തുപയോഗിക്കാം? അല്ലെങ്കിൽ സോളിഡ് നോൺ ഫാറ്റ് കിട്ടാൻ വേണ്ടി നമുക്ക് എന്തുപയോഗിക്കാം? നോൺ ഫാറ്റ് ഡ്രൈ മിൽക്ക് ഉപയോഗിക്കാം. നോൺ ഫാറ്റ് ഡ്രൈ മിൽക്ക് സെർവ്സ് the same purpose for milk solid non-fat. അപ്പം SNF-ന് പകരമായി നോൺ ഫാറ്റ് ഡ്രൈ മിൽക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഏതേ രീതിയിൽ നമ്മൾ ബട്ടറിനെ മിൽക്ക് ഫാറ്റ് എന്ന രീതിയിൽ കഴിക്കുന്നത് പോലെ. മനസ്സിലായോ? അതായത് SNF-ന് പകരം നമുക്ക് വേണമെങ്കിൽ ഈ ഡ്രൈ ആയിട്ടുള്ള നോൺ ഫാറ്റ്, അതായത് നോൺ ഫാറ്റ് ആയിരിക്കണമെങ്കിൽ SNF കിട്ടുള്ളൂ. നോൺ ഫാറ്റ് ഡ്രൈ മിൽക്കിന് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാമെന്നാണ് പറഞ്ഞേക്കുന്നത്. വലിയ കാര്യമൊന്നുമില്ല. ഇനി the ultimate aim of the industry is to obtain dry products which is recombined with water, gives a little or no evidence of detrimental change compared to the original liquid product. അപ്പോ നമുക്ക് ഈ ഡ്രൈ പ്രോഡക്റ്റുകൾ, അതായത് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ഡ്രൈ ആയിട്ട് കിട്ടിയ ഈ മിൽക്ക് പ്രോഡക്റ്റുകളെ നമുക്ക് വെള്ളത്തിൽ കലർത്തി റീകമ്പൈൻ ചെയ്തിട്ട്
സാധാരണ പാല് പോലെ അല്ലെങ്കിൽ സാധാരണ ലിക്വിഡിന്റെ ടെക്സ്ചറിലും കോമ്പോസിഷനിലും നമുക്ക് എന്താണ് അതിനെ യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പം എന്താണ്, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് ഡയല്യൂട്ട് ചെയ്ത് ലിക്വിഡ് ഫോമിൽ കുടിക്കാം എന്നാണ് അർത്ഥം. പക്ഷെ ഡ്രൈഡ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ വോളിയം ഡിമിനിഷ് ചെയ്യാൻ സാധിക്കും, ഒരുപാട് നാളത്തേക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. ഇനി സ്വീറ്റൻഡ് കണ്ടൻസ്ഡ് മിൽക്ക്, അപ്പൊ നമ്മൾ ഓൾറെഡി കണ്ടൻസ്ഡ് മിൽക്ക് പറഞ്ഞു, അതിലേക്ക് കുറച്ച് മധുരം ആഡ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ സ്വീറ്റൻഡ് കണ്ടൻസ്ഡ് മിൽക്ക് മീൻസ് ദ പ്രോഡക്റ്റ് ഒബ്റ്റൈൻഡ് ബൈ പാർഷ്യൽ റിമൂവൽ ഓഫ് വാട്ടർ ഫ്രം മിൽക്ക്. അപ്പൊ പശുവിന്റെയോ ബഫലോയുടെയോ ഒക്കെ പാലിൽ നിന്ന് വെള്ളത്തിനെ പാർഷ്യലി റിമൂവ് ചെയ്യുന്നു വിത്ത് ദ അഡീഷൻ ഓഫ് ഷുഗർ ഓർ എ കോമ്പിനേഷൻ ഓഫ് സുക്രോസ് വിത്ത് അതർ ഷുഗേഴ്സ് ഓർ ബൈ എനി അതർ പ്രോസസ് which leads to the product of the same composition and characteristics. അപ്പൊ സെയിം കോമ്പോസിഷനും ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെ ഉള്ള ഒരു പ്രോഡക്റ്റ് കിട്ടും. പക്ഷെ നമ്മൾ ഇതിനകത്ത് അഡീഷണലി ആഡ് ചെയ്യുന്നതാണ് ഒരു സുക്രോസിന്റെ കോമ്പിനേഷൻ അല്ലെങ്കിൽ ഷുഗർ ആഡ് ചെയ്യുന്നു എന്നുള്ള സ്വീറ്റ്നെസ് കിട്ടാൻ വേണ്ടി. The fat and or the protein content of the milk may be adjusted by addition or withdrawal of milk constituents in such a way as not to alter the whey protein in case in ratio ഓഫ് ദ മിൽക്ക് ബീങ് അഡ്ജസ്റ്റഡ്. അപ്പൊ നമുക്ക് എന്താണ് ഇതിനകത്ത് ഫാറ്റോ അല്ലെങ്കിൽ പ്രോട്ടീൻ കണ്ടന്റോ ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ എന്താണ് അതിനൊരു പ്ലസന്റ് ടേസ്റ്റ് ഉണ്ടാകും. കാരണം എന്താണ്, നമ്മൾ മധുരമാണല്ലേ ആഡ് ചെയ്യുന്നത്, അപ്പൊ ഒരു പ്ലസന്റ് ടേസ്റ്റ് ഉണ്ടാകും. ഫ്ലേവേഴ്സ് റാൻസിഡിറ്റി ഒന്നും ഉണ്ടാവത്തില്ല. അതുപോലെ എന്താണ്, ഇറ്റ് ഷാൽ ബി ഫ്രീ ഫ്രം എനി സബ്സ്റ്റൻസ് ഓഫ് ഫോറിൻ ടു മിൽക്ക്. അപ്പൊ പാലല്ലാത്ത, പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്ന ഈ സുക്രോസ് അല്ലാത്ത മറ്റ് ഫോറിൻ കളറോ അല്ലെങ്കിൽ അഡൾട്രന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ അങ്ങനത്തെ സാധനങ്ങളൊന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല, മറ്റ് കെമിക്കലുകളോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഇനി എങ്ങനെയാണ് സ്വീറ്റൻഡ് കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കിക്കേ. ദ ബേസിക് പ്രിൻസിപ്പിൾ ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് കണ്ടൻസ്ഡ് ആൻഡ് ഇവാപറേറ്റഡ് മിൽക്ക് ഈസ് ദാറ്റ് ഹൈ ക്വാളിറ്റി മിൽക്ക് ഈസ് ഫിൽട്ടേർഡ്. അപ്പൊ ഹൈ ക്വാളിറ്റി മിൽക്ക് ആണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. അതിനെ ഫിൽട്ടർ ചെയ്യുന്നു, സാധാരണ പോലെ തന്നെ സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നു. പിന്നെ എന്താണ്, ഫോർവാർംഡ് ആൻഡ് കണ്ടൻസ്ഡ് ഓർ ഇവാപറേറ്റഡ് ടു ഡിസൈർഡ് ലെവൽ. എങ്ങനെയാണെന്ന് നമ്മൾ ഓരോരോ സ്റ്റെപ്പായിട്ട് നോക്കും കേട്ടോ. ഇനി എന്താണ്, ദ കോൺസെൻട്രേറ്റഡ് പ്രൊഡക്റ്റ് ഈസ് പ്രിസർവ്ഡ് ബൈ ദ അഡീഷൻ ഓഫ് ഷുഗർ. എന്താണ് ആഡ് ചെയ്യുന്നത്, ഷുഗർ. ഫോർ കണ്ടൻസ്ഡ് മിൽക്ക് ആൻഡ് ബൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ ഓഫ് ഫോർ ഇവാപറേറ്റഡ് മിൽക്ക്. അപ്പം എന്താണ്, കണ്ടൻസ്ഡ് മിൽക്ക് കിട്ടാൻ, സ്വീറ്റൻഡ് കണ്ടൻസ്ഡ് മിൽക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ അതിലേക്ക് മധുരം ആഡ് ചെയ്യുന്നു. ഇനി ഇവാപറേറ്റഡ് മിൽക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു, ഹീറ്റ് സ്റ്റെറിലൈസ് ചെയ്യുന്നു. ഇവാപറേറ്റഡ് മിൽക്ക് കിട്ടാൻ വേണ്ടി ഹീറ്റ് സ്റ്റെറിലൈസ് ചെയ്യുന്നു. കണ്ടൻസ്ഡ് മിൽക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ എന്താണ്, അതിലേക്ക് ഷുഗർ ആഡ് ചെയ്യുന്നു, സ്വീറ്റൻഡ് കണ്ടൻസ്ഡ് മിൽക്ക് കിട്ടാൻ വേണ്ടി. ഓക്കെ, ഇനി ഇതിന്റെ മാനുഫാക്ചറിങ് എങ്ങനെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് എന്താണ്, റിസീവിംഗ് ഓഫ് മിൽക്ക്. വെൻ മിൽക്ക് ഈസ് റിസീവ്ഡ് ഇൻ ദ പ്ലാന്റ് എങ്ങനെയായിരിക്കണം, ടെമ്പറേച്ചർ ഷുഡ് ബി ലോവർ ദാൻ 10 ഡിഗ്രി സെൽഷ്യസ്, ഒരു 4 to 5 ഡിഗ്രി സെൽഷ്യസ് അത്രയും കുറയണം. കാരണം എന്താണ്, നമ്മൾ ബൾക്ക് മിൽക്ക് കൂളറുകളൊക്കെ പറഞ്ഞു അല്ലെ. അപ്പൊ എന്താണ്, ലോവർ ടെമ്പറേച്ചറിലാണെങ്കിൽ അവിടെ ബാക്ടീരിയയുടെ ഗ്രോത്ത് ഉണ്ടാകാതിരിക്കുള്ളൂ, നമുക്ക് പാലിനെ ഫ്രഷ് ആയി കിട്ടുള്ളൂ. അപ്പൊ എന്താണ്, ലോവർ ടെമ്പറേച്ചറിലായിരിക്കണം എന്ന് പറയുന്നു. ആൻഡ് ദ മിൽക്ക് ഷുഡ് ബി ക്ലീൻ ആയിരിക്കണം, സ്വീറ്റ് ആയിരിക്കണം, ഫ്രീ ഫ്രം ഓ ഫ്ലേവേഴ്സ് ആയിരിക്കണം, മറ്റ് ഓർഡറുകളൊന്നും ഉണ്ടാകാൻ പാടില്ല. നോ അബ്നോർമൽ മിൽക്ക് ഷുഡ് ബി അക്സെപ്റ്റഡ്. എന്തെങ്കിലും കുഴപ്പമുള്ള പാലുണ്ടെങ്കിൽ അപ്പൊ തന്നെ റിജക്ട് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ കുറെ പ്ലാറ്റ്ഫോം ടെസ്റ്റുകളൊക്കെ പഠിച്ചു. അതിനകത്ത് പ്രധാനപ്പെട്ട 2 ടെസ്റ്റുകൾ നമ്മൾ ഒന്നുകൂടെ നോക്കുവാണ്. ഇത് 1, 2, 3 തവണ ഞാൻ പറഞ്ഞു, കാരണം അത്ര ഇമ്പോർട്ടന്റ് ആണ്. പ്ലാറ്റ്ഫോം ടെസ്റ്റ് ആണ്. ഈ ടെസ്റ്റ് പാസ്സായാൽ മാത്രമേ നമ്മളൊരു പാലിനെ ഉപയോഗിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുള്ളൂ. ഒന്ന് ഓർഗാനോലെപ്റ്റിക് ടെസ്റ്റ് നിങ്ങൾക്കറിയാം, അതിന്റെ സ്മെല്ലും ടേസ്റ്റും അതിനെ വിഷ്വലി കാണുന്ന അപ്പീലിംഗ് ആണോ എന്നുള്ളതും ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ പാല് കൊള്ളാമോ കേടാണോ കൊയാഗുലേഷൻ ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓഫ് ഫ്ലേവർ ഉണ്ടോ എന്നൊക്കെ നോക്കുന്നത്. ഇനി അതുകൂടാതെ നടത്തുന്ന പ്ലാറ്റ്ഫോം ടെസ്റ്റുകളാണ്. ഒന്ന് ആൽക്കഹോൾ ടെസ്റ്റ്. ആൽക്കഹോൾ ടെസ്റ്റ് എന്താ ചെയ്യുന്നത്, 5 ml ഓഫ് മിൽക്കിനെ നമ്മൾ ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുക്കുന്നു, എന്നിട്ട് ഈക്വൽ എമൗണ്ട് ഓഫ് എന്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നു, 68% ഈതൈൽ ആൽക്കഹോൾ അല്ലെ, അമൈൽ അല്ല, ഈതൈൽ ആൽക്കഹോൾ 68% ഈതൈൽ ആൽക്കഹോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ആ മിക്സറിനെ നല്ല രീതിക്ക് ഷേക്ക് ചെയ്യുമ്പോഴത്തേക്കും അതിൽ എന്തെങ്കിലും ക്ലോട്ടോ ഫ്ലേക്സോ ഒക്കെ ഉണ്ടാകുവാണെങ്കിൽ ആ പാല് ഹീറ്റ് കൊയാഗുലേഷൻ നടക്കാൻ സാധ്യതയുണ്ട്, അതിന് അസിഡിറ്റി കൂടുതലാകാൻ സാധ്യതയുണ്ട്. അപ്പം അതിനകത്ത് കേർഡ്ലിംഗ് ഉണ്ടാകും എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അബ്നോർമൽ മിൽക്ക് വിച്ച് ഇസ് ഹൈ ഇൻ മിനറൽ സോൾട്സ് ഡെവലപ്ഡ് അസിഡിറ്റി, അങ്ങനെയാണെങ്കിൽ എന്താണ്, അതിവിടെ അസിഡിറ്റി ഉണ്ടാകും, ഹീറ്റ് കൊയാഗുലേഷൻ ഉണ്ടാകും, അല്ലെങ്കിൽ മാസ്റ്റൈറ്റിസ് പോലുള്ള രോഗങ്ങളുള്ള പശുക്കളായിരിക്കും. അപ്പൊ അതിന്റെ പാൽ എന്താണ്, റിജക്ട് ചെയ്യും. അപ്പൊ ആൽക്കഹോൾ ടെസ്റ്റിൽ നമ്മൾ എന്താണ് ആഡ് ചെയ്യുന്നത്, ഈക്വൽ എമൗണ്ട് ഓഫ് മിൽക്കും 68% ഈതൈൽ ആൽക്കഹോളും കൂടിയാണ് മിക്സ് ചെയ്യുന്നത്. മിക്സ് ചെയ്യുമ്പോൾ അവിടെ കൊയാഗുലേഷനോ ഫ്ലേക്സോ ഒക്കെ കാണുവാണെങ്കിൽ നമ്മൾ ആ പാലിനെ റിജക്ട് ചെയ്യും. ഇനി ക്ലോട്ടോൺ ബോയിലിംഗ് ടെസ്റ്റ്, അതിനകത്ത് 5 ml മിൽക്ക് എടുക്കുന്നു, എന്നിട്ട് എന്താണ് നമ്മൾ ബോയിൽ ചെയ്യുന്നത്, ഒരു ബൺസർ ഫ്ലെയിമിൽ കാണിച്ചിട്ട് ബോയിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വാട്ടർ ബാത്തിൽ വെച്ച് 5 minutes ബോയിൽ ചെയ്യുന്നു. അങ്ങനെ ബോയിൽ ചെയ്യുമ്പോൾ അതിനകത്ത് കേർഡ്ലിങ്സ് ഒക്കെ ഫോം ചെയ്യുന്നുണ്ടോ,
തരിതരിയായിട്ടൊക്കെ ഫോം ചെയ്യുന്നുണ്ടോ, കൊയാഗുലേഷൻ ഉണ്ടോ എന്ന് നോക്കുന്നു. അങ്ങനെ ബോയിൽ ചെയ്യുമ്പോൾ എന്തെങ്കിലും ക്ലോട്ടോ അങ്ങനെ എന്തെങ്കിലും ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ആ പാലിനെ നമ്മൾ അപ്പം തന്നെ റിജക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. After the milk has been accepted on the basics of alcohol and clot on boiling test, it is weighed, sampled, tested for fat, SNF, etc. അപ്പൊ ഈ രണ്ട് പ്ലാറ്റ്ഫോം ടെസ്റ്റുകൾ, ഇത് കൂടാതെ കുറെ പ്ലാറ്റ്ഫോം ടെസ്റ്റുകൾ നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പൊ അങ്ങനത്തെ ടെസ്റ്റുകളൊക്കെ ക്വാളിഫൈ ആകുവാണെങ്കിൽ മാത്രമാണ് ആ പാലിന്റെ വെയിറ്റ് എടുത്ത് പിന്നെ നമ്മൾ അതിന്റെ സാമ്പിൾ കളക്ട് ചെയ്യുന്നു, ഫർദർ MBRT പോലുള്ള ടെസ്റ്റുകൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെയാണ് നമ്മൾ അതിന്റെ ഫാറ്റ്, SNF ഒക്കെ അനലൈസ് ചെയ്യും, മിൽക്ക് അനലൈസറുകളൊക്കെ ഉണ്ടല്ലോ. എന്നിട്ട് അടുത്ത പ്രധാനപ്പെട്ട സ്റ്റെപ്പാണ് ഫിൽട്രേഷൻ, ക്ലാരിഫിക്കേഷൻ. നമ്മൾ പറഞ്ഞു വിസിബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഫോറിൻ വേസ്റ്റുകളോ അല്ലെങ്കിൽ സൊമാറ്റിക് സെല്ലുകളോ അല്ലെങ്കിൽ ഹസ്കോ, ഡർട്ടോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഫിൽട്ടർ ഔട്ട് ചെയ്ത് കളയാൻ പറ്റും. എന്താണ് അതിനു വേണ്ടി പ്രീഹീറ്റ് ചെയ്യുന്ന ഒരു 35 to 40 ഡിഗ്രി സെൽഷ്യസിലാണ്. എന്നിട്ട് എന്താണ് അപ്പൊ ആണ് ആ ഒരു ഫിൽട്രേഷൻ അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷൻ എഫിഷ്യന്റ് ആയിട്ട് നടക്കുന്നത്. ഇനി നോക്കിയേ അടുത്ത സ്റ്റെപ്പ് സ്റ്റാൻഡർഡൈസേഷൻ. അതിന്റെ ഫാറ്റും SNFും സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നു. പിന്നെ എന്താണ് ഫോർ വാർമിംഗ് ആൻഡ് പ്രീ ഹീറ്റിംഗ്. അപ്പൊ ലീഗൽ സ്റ്റാൻഡേർഡ്സ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റാൻഡർഡൈസേഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഫോർ വാർമിംഗ് അല്ലെങ്കിൽ പ്രീ ഹീറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഇറ്റ് ഈസ് റെഫേഴ്സ് ടു ദ ഹീറ്റിംഗ് ഓഫ് മിൽക്ക് ബിഫോർ ഇറ്റ് ഈസ് കണ്ടൻസ്ഡ്. അപ്പൊ കണ്ടൻസ് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു പ്രീ ഹീറ്റിംഗ് കൊടുക്കുകയാണ്, ഒരു കുറച്ച് ടെമ്പറേച്ചറിൽ ഒന്ന് കൂട്ടി കൊടുക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? ദ ടെമ്പറേച്ചർ ടൈം ഓഫ് forewarming or preheating extends over a wide range such as ഒരു 82 to 93 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ 5 to 15 മിനിറ്റ്സ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ടെമ്പറേച്ചർ ടൈം ഓഫ് HTST പാസ്ചറൈസേഷൻ ഇതിനകത്ത് എത്രയാണ്? 115 മുതൽ 118 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? കണ്ടൻസിംഗിലേക്ക് കടക്കുന്നു. ബേസിക് പ്രിൻസിപ്പിൾ എന്താണ്? വാട്ടറിനെ റിമൂവ് ചെയ്യുക. കണ്ടൻസേഷൻ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഓർക്കുക അതിനകത്തുള്ള വാട്ടറിനെ റിമൂവ് ചെയ്യുക, മോയ്സ്ചർ കണ്ടന്റിനെ കുറച്ച് കൊണ്ടുവരിക. സോ ഇറ്റ് ഈസ് റിമൂവൽ ഓഫ് വാട്ടർ ഫ്രം ദ സ്റ്റാൻഡർഡൈസ്ഡ് മിൽക്ക് ബൈ ബോയിലിംഗ് ആൻഡ് അണ്ടർ പാർഷ്യൽ വാക്യൂം അറ്റ് എ ലോ ടെമ്പറേച്ചർ. നമ്മൾ പറഞ്ഞു ഒരുപാട് ഹൈ ടെമ്പറേച്ചർ കൊടുക്കുകയാണെങ്കിൽ ഒരു ബേൺഡ് ഫീൽ വരും, അതിന്റെ കോമ്പോസിഷൻ അൾട്രേഷൻ സംഭവിക്കാം. അതുകൊണ്ട് ലോ ടെമ്പറേച്ചറിലായിരിക്കണം, റെഡ്യൂസ്ഡ് പ്രഷർ ആയിരിക്കണം. എന്നിട്ട് എന്താണ് ഒരു പാർഷ്യൽ വാക്യൂം കണ്ടീഷനിൽ വെച്ചിട്ടാണ് അങ്ങനെ ഒരു ഡിസൈഡ് കോൺസെൻട്രേഷൻ അറ്റൈൻ ചെയ്യുന്നത് വരെ നമ്മൾ എന്താണ് ഇതിനെ ബോയിൽ ചെയ്യുന്നു. അതിനുശേഷം ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നു. എന്തിനാണ്? പ്രിസർവേഷന് വേണ്ടിയിട്ട്, കണ്ടൻസ്ഡ് മിൽക്കിന്റെ പ്രിസർവേഷന് വേണ്ടിയിട്ടും ടേസ്റ്റിന് വേണ്ടിയിട്ടും. വിത്തൗട്ട് റീസ്റ്റോറിംഗ് ദ സ്റ്റെറിലൈസേഷൻ ബൈ ഹീറ്റ് ദ എമൗണ്ട് ഓഫ് ഷുഗർ ഇൻ ദ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് റേഞ്ചസ് ഫ്രം ഒരു 40 മുതൽ 45% വരെ എന്ത് ആഡ് ചെയ്യാൻ പറ്റും? ഷുഗർ ആഡ് ചെയ്യാൻ സാധിക്കും. ഒന്ന് പ്രിസർവേറ്റീവ് ആയിട്ട്, പിന്നെ എന്താണ് അതിന്റെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് അതിന്റെ കണ്ടൻസിങ്ങിന്റെ എൻഡ് പ്രോസസ്സിലാണ് നമ്മൾ ഷുഗറിനെ ആഡ് ചെയ്യുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, അതായത് ഒരു വാക്യൂം കണ്ടീഷനിലാണ് നമ്മൾ മിൽക്കിനെ കണ്ടൻസ് ചെയ്യുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ എക്കോണമി ഓഫ് ഓപ്പറേഷൻ, റാപ്പിഡിറ്റി ഓഫ് ഇവാപ്പറേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് മിൽക്ക് അഗെയിൻസ്റ്റ് ഹീറ്റ് ഡാമേജ്. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു ഒരു വാക്യൂം, പാർഷ്യൽ വാക്യൂം കണ്ടീഷനിലാണ്, ലോ ടെമ്പറേച്ചറിലാണ്, അതായത് കമ്പാരിറ്റീവ്ലി കുറഞ്ഞ ടെമ്പറേച്ചറിലാണ് നമ്മൾ ഈ കണ്ടൻസേഷൻ പ്രൊസീജിയർ ക്യാരി ഔട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. കാരണം ഒന്ന് എക്കണോമിക് ബെനിഫിറ്റ് ഉണ്ട് അല്ലെ, ഓപ്പറേറ്റ് ചെയ്യുന്നതിന്റെ എക്കോണമി നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ എന്താണ് ഇവാപ്പറേഷൻ വളരെ പെട്ടെന്ന് നടക്കും. അതുപോലെ മിൽക്കിന് ഹീറ്റ് ഡാമേജ് ഒന്നും ഉണ്ടാവാതെ പ്രൊട്ടക്ട് ചെയ്യും. ഈ കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ എന്താണ് വാക്യൂം കണ്ടീഷനിൽ നമ്മൾ എന്താണ് കണ്ടൻസേഷൻ നടത്താൻ താല്പര്യപ്പെടുന്നത്. ഇനി അടുത്തത് ഹോമോജിനൈസേഷൻ. ഹോമോജിനൈസേഷൻ എന്ന് പറയുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്? ആ യൂണിഫോമിറ്റി, അതിനകത്തുള്ള ഫാറ്റ് ഗ്ലോബിൾസിനെയൊക്കെ യൂണിഫോം സൈസിലേക്ക് ആക്കാനും ആ ക്രീം ഫോർമേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഹോമോജിനൈസേഷൻ ചെയ്യുന്നത്. പിന്നെന്താണ് ഒരു ഹോമോജിനൈസർ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി എന്താണ് ഒരു 2500 PSI പ്രഷറിലാണ് ഉപയോഗിക്കുന്നത്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി എന്താണ് മിൽക്ക് പ്രോസസ്സിങ്ങിന്റെ സമയത്ത് പറഞ്ഞതാണ്. ഇനി കൂളിംഗ് ആൻഡ് ക്രിസ്റ്റലൈസേഷൻ നോക്കിയേ. എ കൺസിഡറബിൾ പോർഷൻ ഓഫ് ലാക്ടോസ് കണ്ടന്റ് in the condensed milk held at ordinary temperature is present in crystal form. അപ്പൊ നമുക്കറിയാം പാലിലെ പ്രധാനപ്പെട്ട കാർബോഹൈഡ്രേറ്റ് എന്താണ്? നമ്മുടെ ലാക്ടോസ് ആണ്. ഈ ലാക്ടോസ് ക്രിസ്റ്റൽസ് ഫോം ചെയ്യും അല്ലെ, ലാക്ടോസ് ക്രിസ്റ്റൽസ് ഫോം ചെയ്യും ഈ കണ്ടൻസേഷന്റെ സമയത്ത്. ദ റിലേറ്റീവ് സ്മൂത്ത്നെസ് ഓഫ് കണ്ടൻസ്ഡ് മിൽക്ക് ഈസ് കൺട്രോൾഡ് ബൈ ദ നമ്പർ ആൻഡ് സൈസ് ഓഫ് ദ ലാക്ടോസ് ക്രിസ്റ്റൽസ്. അപ്പം ഈ ഒരു കണ്ടൻസ്ഡ് മിൽക്കിനകത്തുള്ള ലാക്ടോസ് ക്രിസ്റ്റൽസിന്റെ നമ്പരും സൈസും അനുസരിച്ചാണ് കണ്ടൻസ്ഡ് മിൽക്കിന്റെ സ്മൂത്ത്നെസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓർക്കുക, ഇത് ചിലപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയാം. ദ റിലേറ്റീവ് സ്മൂത്ത്നെസ് ഓഫ് ദ കണ്ടൻസ്ഡ് മിൽക്ക് ഈസ് കൺട്രോൾഡ് ബൈ ദ നമ്പർ ആൻഡ് സൈസ് ഓഫ് ലാക്ടോസ് ക്രിസ്റ്റൽസ് ഇൻ ദ കണ്ടെയ്നർ. അപ്പൊ എന്താണ് അതിനകത്ത് എത്രത്തോളം
എന്താണ് ലാക്ടോസ് ക്രിസ്റ്റൽസ് ഉണ്ട് അല്ലെങ്കിൽ അതിന്റെ സൈസ് എങ്ങനെയാണ് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് കണ്ടൻസ്ഡ് മിൽക്കിന്റെ സ്മൂത്ത്നെസ് ഡിറ്റർമൈൻ ചെയ്യപ്പെടുന്നത് എന്നാണ് പറയുന്നത്, റിലേറ്റീവ് സ്മൂത്ത്നെസ്. ഇനി ദ സൈസ് ഓഫ് ലാക്ടോസ് ക്രിസ്റ്റൽസ് ഈസ് കൺട്രോൾഡ് ബൈ ദ പ്രൊസീജിയർ യൂസ്ഡ് ഫോർ കൂളിംഗ് ദ കണ്ടൻസ്ഡ് മിൽക്ക്. അപ്പൊ കണ്ടൻസ്ഡ് മിൽക്ക് നമ്മൾ എങ്ങനെ കൂള് ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ലാക്ടോസ് ക്രിസ്റ്റൽസ് രൂപീകൃതമാകുന്നതും അതിന്റെ സൈസും അതിന്റെ നമ്പരും ഒക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നതും. റാപ്പിഡ് ക്രിസ്റ്റലൈസേഷൻ ആണ്, പെട്ടെന്നാണ് ക്രിസ്റ്റലൈസേഷൻ നടക്കുന്നതെങ്കിൽ എന്താണ് ലാർജ് നമ്പർ ഓഫ് സ്മോൾ ലാക്ടോസ് ക്രിസ്റ്റൽസ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. അപ്പൊ പെട്ടെന്നാണ് ക്രിസ്റ്റലൈസേഷൻ നടക്കുന്നതെങ്കിൽ ഒരുപാട് ചെറിയ ചെറിയ ക്രിസ്റ്റലുകൾ ഫോം ചെയ്യും. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു സ്മൂത്ത് ടെക്സ്ചർ ആയിരിക്കും കണ്ടൻസ്ഡ് മിൽക്കിന് കിട്ടുക. എന്നാൽ ക്രിസ്റ്റലൈസേഷൻ നടക്കുന്നത് വളരെ സ്ലോ ആയിട്ട് പതിയെയാണ് ലാക്ടോസ് ക്രിസ്റ്റൽസ് ഫോം ചെയ്യുന്നതെങ്കിൽ അവിടെ എന്താണ് വളരെ കുറച്ച് ക്രിസ്റ്റലുകളല്ലേ ഉണ്ടാവുള്ളൂ, സ്മോൾ നമ്പർ ഓഫ് ക്രിസ്റ്റൽസ് മാത്രമേ രൂപീകൃതമാവുള്ളൂ. അപ്പോഴാണ് ഒരു സാൻഡി അല്ലെങ്കിൽ ഗ്രിറ്റി ടെക്സ്ചർ, ഒരു തരിതരിപ്പുള്ള ഒരു മണ്ണിന്റെ ആ ഒരു തരിതരിപ്പ് പോലത്തെ ഒരു ഫീല് വരുന്നത്. ഈ ലാക്ടോസ് ക്രിസ്റ്റൽസ് നമ്പർ വെച്ചിട്ട് വളരെ കുറവ് നമ്പറേ ഫോം ചെയ്യുള്ളൂ, വളരെ പതിയെയാണ് ലാക്ടോസ് ക്രിസ്റ്റൽസ് ഫോം ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ PDF കിട്ടുമ്പോൾ ഈ പോർഷൻ ഒന്ന് വായിച്ചേക്കുക. സ്റ്റേറ്റ്മെന്റ് ഓഫ് ചോദ്യം വന്നാൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക്. അപ്പൊ ഓർക്ക് കൂളിംഗ് നടക്കുമ്പോഴാണ് എന്ത് ഈ ലാക്ടോസ് ക്രിസ്റ്റലൈസേഷൻ ഈ കൂളിംഗിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് എത്ര ലാക്ടോസ് ക്രിസ്റ്റൽസ് ഉണ്ട് അതിന്റെ നമ്പറും സൈസും ആ ഒരു കണ്ടൻസ്ഡ് മിൽക്കിന്റെ സ്മൂത്ത്നെസ്സിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ വളരെ പെട്ടെന്നാണ് ക്രിസ്റ്റലൈസേഷൻ നടക്കുന്നതെങ്കിൽ ഇഷ്ടംപോലെ ലാക്ടോസ് ക്രിസ്റ്റലുകൾ രൂപീകൃതമാവുകയും അതുമൂലം ഒരു സ്മൂത്ത് ടെക്സ്ചർ കണ്ടൻസ്ഡ് മിൽക്കിന് കിട്ടുകയും ചെയ്യുന്നു. എന്നാൽ വളരെ പതിയെ സ്ലോ ആയിട്ടാണ് ഈ ക്രിസ്റ്റലൈസേഷൻ പ്രോസസ് നടക്കുന്നതെങ്കിൽ ഈ ക്രിസ്റ്റൽസിന് ഒരു സാൻഡി അല്ലെങ്കിൽ ക്രിറ്റി ഫീൽ കിട്ടും. കാരണം വളരെ കുറച്ച് ക്രിസ്റ്റൽസ് മാത്രമേ ഫോം ചെയ്യപ്പെട്ടിട്ടുള്ളൂ. മനസ്സിലായോ? ഇനി കൂളിംഗ് ഓഫ് ദ പ്രൊഡക്റ്റ് മേ ബി കണ്ടിന്യൂഡ് സ്ലോലി ടു 24 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ 24 ഡിഗ്രി സെൽഷ്യസ് വരെ, അതായത് ആ ഒരു ടെമ്പറേച്ചറിലാണ് കൂളിംഗ് നടക്കുന്നത്. പിന്നെന്താണ് അപ്രോക്സിമേറ്റ്ലി 1 മണിക്കൂർ എടുക്കുന്നു. ദെൻ ദ കൂളിംഗ് ഈസ് കംപ്ലീറ്റഡ്. പിന്നീട് അതായത് 24 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു, പിന്നെ 13 to 18 ഡിഗ്രി സെൽഷ്യസിലേക്ക് കണ്ടിന്യൂ അജിറ്റേഷനോട് കൂടി ഇത് ചെയ്യുന്നു. ആൻഡ് ദ റേറ്റ് ഓഫ് ക്രിസ്റ്റൽ ഫോർമേഷൻ ഈസ് കൺട്രോൾഡ് ബൈ ദ എമൗണ്ട് ഓഫ് അജിറ്റേഷൻ. അപ്പൊ നമ്മൾ എത്ര സ്പീഡിൽ ഇളക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ ആ അജിറ്റേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു അതും ഈ ക്രിസ്റ്റൽ ഫോർമേഷൻ ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അതുപോലെ നമ്പർ ഓഫ് ന്യൂക്ലിയൈ, ടോട്ടൽ സോളിഡ്സ് ഇൻ ദ പ്രോഡക്റ്റ്, ടെമ്പറേച്ചർ, വിസ്കോസിറ്റി, ഇതൊക്കെ എന്താണ് ഈ ക്രിസ്റ്റലൈസേഷന്റെ റേറ്റിനെ അല്ലെങ്കിൽ ഫോം ഓഫ് ക്രിസ്റ്റലൈസേഷൻ നടക്കുന്നതിന്റെ റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. അപ്പൊ എത്ര സ്പീഡിൽ ക്രിസ്റ്റലൈസേഷൻ നടക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് സാൻഡി അല്ലെങ്കിൽ ഗ്രിറ്റി ഫീൽ അല്ലെങ്കിൽ സ്മൂത്ത്നെസ് കിട്ടുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ അഫക്ട് ചെയ്യുന്നുണ്ട്? എമൗണ്ട് ഓഫ് അജിറ്റേഷൻ, നമ്പർ ഓഫ് ന്യൂക്ലിയൈ, ടോട്ടൽ സോളിഡ്സ് ഇൻ ദ പ്രോഡക്റ്റ്, ടെമ്പറേച്ചർ, വിസ്കോസിറ്റി, ഇതൊക്കെ ഡിറ്റർമൈൻ ചെയ്യുന്ന, അതായത് ക്രിസ്റ്റൽ ഫോർമേഷനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ക്ലിയർ ആണല്ലോ? അടുത്തത് പാക്കേജിംഗ് ആൻഡ് സ്റ്റോറേജ്. സിമ്പിൾ ആണ്. ബൾക്ക് പാക്കേജിംഗ് മേ ബി ഡൺ ഇൻ ബാരൽസ് ഓഫ് വേരിയസ് സൈസസ് അല്ലെങ്കിൽ ഡ്രംസ്, പോളിത്തീൻ ലൈനിങ് ഉള്ള ടിൻ കണ്ടെയ്നേഴ്സിലൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റും. പിന്നെ എന്താണ് റീറ്റെയിൽ മാർക്കറ്റിൽ എന്താണ് ഫില്ലേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഇത് ക്യാനുകളിലേക്ക് നിറയ്ക്കുന്നത്. ആഫ്റ്റർ ഫില്ലിംഗ് എന്താണ് ഈ ക്യാന് പ്രോപ്പർ ആയിട്ട് സീൽ ചെയ്യുന്നു, ലേബൽ ചെയ്യുന്നു, പാക്ക് ചെയ്യുന്നു, കറക്റ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്നു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ആൻഡ് ദ സ്റ്റോറേജ് എ വൈഡ് ടെമ്പറേച്ചർ വേരിയേഷൻ മേ ഇൻക്രീസ് ദ ടെൻഡൻസി ഓഫ് സാൻഡിനെസ്. അപ്പൊ ഇവിടെയൊക്കെ ഒരു കൂളിംഗിന്റെ ടൈമിലാണ് ക്രിസ്റ്റലൈസേഷൻ നടക്കുന്നതെന്ന് പറഞ്ഞില്ലേ. ഇപ്പൊ ഈ പ്രോസസ് ഒക്കെ നടക്കുന്നതിന്റെ സമയത്ത് ടെമ്പറേച്ചർ വേരിയേഷൻ ഉണ്ടാവുമല്ലോ. ഇതിനനുസരിച്ച് എന്താണ് ഈ ലാക്ടോസ് ക്രിസ്റ്റൽസ് ഫോം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അത് കാരണം സാൻഡിനെസ് ഉണ്ടാവാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പൊ കൂൾ സ്റ്റോറേജ് വളരെ അത്യാവശ്യമാണ്. എന്താണ് ഈ വിസ്കോസിറ്റിക്കും ചേഞ്ച് ഒന്നും വരാതിരിക്കാൻ വേണ്ടി എപ്പോഴും കൂൾ സ്റ്റോറേജ് എപ്പോഴും ഓർക്കുക, എപ്പോഴും കൂൾ കണ്ടീഷൻ ആണ് നല്ലത്. ആൻഡ് ടെമ്പറേച്ചർ ഓഫ് 10 ഡിഗ്രി സെൽഷ്യസ് ഈസ് റെക്കമെൻഡഡ് ഫോർ ദ സ്റ്റോറേജ് ഓഫ് സ്വീറ്റൻഡ് കണ്ടൻസ്ഡ് മിൽക്ക്. അപ്പൊ സ്വീറ്റൻഡ് കണ്ടൻസ്ഡ് മിൽക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു 10 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് നല്ലത്. ഇനി അടുത്തത് ഇവാപറേറ്റഡ് മിൽക്ക്. ഇവാപറേറ്റഡ് മിൽക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? ദ പ്രൊഡക്റ്റ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ പാർഷ്യൽ റിമൂവൽ ഓഫ് വാട്ടർ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഫ്രം മിൽക്ക് ഓഫ് കൗ ഓർ ബഫലോ മിൽക്ക് ബൈ ഹീറ്റ് ഓർ അതർ പ്രോസസ്സസ് വിച്ച് ലീഡ്സ് ടു ദ പ്രോഡക്റ്റ് ഓഫ് ദ സെയിം കോമ്പോസിഷൻ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്. നമ്മൾ എന്ത് പാലെടുക്കുന്നു ആ പാലിന്റെ സെയിം കോമ്പോസിഷനും സെയിം ക്യാരക്ടറിസ്റ്റിക്സും തന്നെ ആയിരിക്കും, പക്ഷെ അതിനകത്തുള്ള വാട്ടർ റിമൂവ് ചെയ്യപ്പെടും. അതിനെയാണ് ഇവാപറേറ്റഡ് മിൽക്ക് എന്ന് പറയുന്നത്. ദ ഫാറ്റ് ആൻഡ് പ്രോട്ടീൻ കണ്ടന്റ് ഓഫ് ദ മിൽക്ക് മേ ബി അഡ്ജസ്റ്റഡ് ബൈ ആഡിംഗ് ഓർ withdrawal of the milk constituents in such a way as not to alter the whey protein to casein ratio of the milk being adjusted. അപ്പോ നമുക്ക് ആ പാലിനകത്തുള്ള ഫാറ്റിനെയും പ്രോട്ടീനെയും കണ്ടന്റിനെയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ എന്താണ് ഒരു വേ ടു കേസിൻ, അതായത് നമുക്കറിയാം പാലിനകത്ത് 2 തരത്തിലുള്ള പ്രോട്ടീനുകളുണ്ട് അല്ലെ, വേ പ്രോട്ടീനും കേസിനും. അപ്പൊ ഈ വേ ടു കേസിൻ റേഷ്യോയിനെ
അൾട്ടർ ചെയ്യാത്ത രീതിയിൽ ഈ ഒരു റേഷ്യോ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യപ്പെടണം. 80% കേസിനും 20% വേവ് ആണ്. ഇത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമുക്ക് എന്താണ് അതിനകത്തുള്ള ഫാറ്റ് കണ്ടന്റോ പ്രോട്ടീൻ കണ്ടന്റോ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇറ്റ് ഷാൽ ഹാവ് പ്ലസന്റ് ടേസ്റ്റ്. അതുപോലെ ഇവാപറേറ്റഡ് മിൽക്കിന് എന്താണ് പ്ലസന്റ് ടേസ്റ്റ് ഉണ്ടാവണം, ഫ്ലേവർ ഫ്രീ ആയിരിക്കണം, റാൻസിഡിറ്റി ഒന്നും ഉണ്ടാവരുത്, ഓഫ് ഫ്ലേവർ ഉണ്ടാവരുത്, ആൻഡ് ഇറ്റ് ഷുഡ് ബി ഫ്രീ ഫ്രം എനി സബ്സ്റ്റൻസ് ഫോറിൻ ടു മിൽക്ക്. അപ്പൊ പാലിലല്ലാത്ത മറ്റ് ഫോറിൻ സബ്സ്റ്റൻസുകൾ ഒന്നും ഉപയോഗിച്ചുകൂടാ. ഇനി ഈ ഒരു ടേബിൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കുക. അതായത് പാരാമീറ്റേഴ്സ് നോക്കുക. മിൽക്ക് ഫാറ്റ് എത്രത്തോളം വേണം? ഇവാപറേറ്റഡ് മിൽക്കിൽ നോട്ട് ലെസ് ദാൻ 8% ആണ്. ഇനി ഇവാപറേറ്റഡ് സ്കിം മിൽക്ക് ആണെങ്കിൽ, സ്കിം മിൽക്ക് എന്ന് പറയുമ്പോൾ തന്നെ ഫാറ്റ് കണ്ടന്റ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും അല്ലെ. അപ്പൊ നോട്ട് മോർ ദാൻ 1%. ഓക്കെ, അപ്പം ഇവാപറേറ്റഡ് മിൽക്ക് നോട്ട് ലെസ് ദാൻ 8%, ഇവാപറേറ്റഡ് സ്കിം മിൽക്ക് ആണെങ്കിൽ നോട്ട് മോർ ദാൻ 1%. ഇനി ടോട്ടൽ മിൽക്ക് സോളിഡ്സ് ആണെങ്കിൽ ഇവാപറേറ്റഡ് മിൽക്കിന് നോട്ട് ലെസ് ദാൻ 26%, ഇവാപറേറ്റഡ് സ്കിം മിൽക്ക് ആണെങ്കിലും നോട്ട് ലെസ് ദാൻ 26% തന്നെയാണ്. ഇനി മിൽക്ക് പ്രോട്ടീൻ ആണെങ്കിൽ എത്രയാണ്? നോട്ട് ലെസ് ദാൻ 34% ആണ്. രണ്ട് കേസിൽ ഇവാപറേറ്റഡ് മിൽക്ക് ആയിക്കോട്ടെ ഇവാപറേറ്റഡ് സ്കിം മിൽക്ക് ആയിക്കോട്ടെ. അപ്പം ഓർക്കേണ്ട കാര്യം, ഇവാപറേറ്റഡ് മിൽക്ക് ആണെങ്കിലും ഇവാപറേറ്റഡ് സ്കിം മിൽക്ക് ആണെങ്കിലും അതിന്റെ പ്രോട്ടീൻ കണ്ടന്റും ടോട്ടൽ മിൽക്ക് സോളിഡ്സിന്റെ കണ്ടന്റും സെയിം ആയിരിക്കും. പക്ഷേ ഫാറ്റിന്റെ കേസിൽ ഇവാപറേറ്റഡ് മിൽക്കിന് നോട്ട് ലെസ് ദാൻ 8%, സ്കിംഡ് ഇവാപറേറ്റഡ് മിൽക്ക് ആണെങ്കിൽ നോട്ട് മോർ ദാൻ 1% ആണ്. അത് ഓർക്കേണ്ട കാര്യം, സ്കിംഡ് എന്ന് കാണുമ്പോഴേ അവിടെ ഫാറ്റ് കുറവായിരിക്കും, അല്ലെങ്കിൽ ഫാറ്റ് ലെസ്, അല്ലെങ്കിൽ ലെസ് ദാൻ 0.5 ആണ് അതിനകത്തുള്ള ഫാറ്റ്. അതുകൊണ്ട് 1% ആണ്, നോട്ട് മോർ ദാൻ 1% ആണ് ഇവാപറേറ്റഡ് സ്കിം മിൽക്കിന്റെ ഫാറ്റ് പെർസെന്റ് എന്ന് ഓർക്കുക. ഈ ടേബിൾ നിങ്ങളൊന്ന് പഠിച്ചോളണേ. കാരണം ഡിഗ്രി ലെവൽ എക്സാം അല്ലേ. അപ്പം ഇങ്ങനത്തെ ടേബിളുകൾ നിങ്ങളുടെ റെഫറൻസ് ബുക്കുകളിലോ അല്ലെങ്കിൽ FSSAയുടെ സൈറ്റുകളിലോ അല്ലെങ്കിൽ ഡയറി റിലേറ്റഡ് ആയിട്ടുള്ള സൈറ്റുകളിലോ ഒക്കെ ഒതന്റിക് സൈറ്റുകളിൽ കാണപ്പെടുന്ന ടേബിളുകളൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്തു പോവുക. കാരണം എക്സാം കുറച്ച് ടഫ് ആണെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് ഹൈ ലെവലാണ് ചോദിക്കുന്നതെങ്കിൽ ഇങ്ങനത്തെ ടേബിളുകളിൽ നിന്നൊക്കെ ചോദ്യം വരാം. അപ്പൊ നമുക്ക് അറിയില്ല അല്ലെങ്കിൽ ഞാനിത് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് സ്കിപ്പ് ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോവുക. ഭയങ്കര ടൈം എടുത്ത് പഠിക്കണമെന്നല്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോവാം. ഇനി ഡ്രൈഡ് മിൽക്ക് അല്ലെങ്കിൽ മിൽക്ക് പൗഡറിന്റെ കേസ് നോക്കൂ. മിൽക്ക് പൗഡർ മീൻസ് ദ പ്രോഡക്റ്റ് ഒബ്റ്റൈൻഡ് ബൈ പാർഷ്യൽ റിമൂവൽ ഓഫ് വാട്ടർ. അത് കൗവിന്റെയോ ബഫലോയുടെ മിൽക്കിൽ നിന്ന് വാട്ടറിന്റെ പാർഷ്യൽ റിമൂവൽ വഴി തന്നെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഡ്രൈഡ് മിൽക്ക് അല്ലെങ്കിൽ മിൽക്ക് പൗഡർ കിട്ടുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫാറ്റ് കണ്ടന്റും പ്രോട്ടീൻ കണ്ടന്റും അഡ്ജസ്റ്റ് ചെയ്യാം, പക്ഷെ വെയിറ്റ് ടു കേസിൻ റേഷ്യോ അഡ്ജസ്റ്റ് ചെയ്യാൻ പാടില്ല. ഇനി എന്താണ്? ഇതിനും യൂണിഫോം കളർ ആയിരിക്കണം, അതുപോലെ പ്ലസന്റ് ടേസ്റ്റ് ആയിരിക്കണം, ഓഫ് ഫ്ലേവർ ഒന്നും ഉണ്ടാവാൻ പാടില്ല, റാൻസിഡിറ്റി ഉണ്ടാവാൻ പാടില്ല, മറ്റ് വെജിറ്റബിൾ ഓയിൽ, ഫാറ്റ്, മിനറൽ ഓയിൽ, തിക്കനിങ് ഏജൻസ്, ഫ്ലേവേഴ്സ്, സ്വീറ്റനിങ് ഏജൻസ് ഒന്നും ഉണ്ടാവാൻ പാടില്ലെന്നാണ് പറയുന്നത്. അതുപോലെ ഇതിന്റെ പാരാമീറ്റേഴ്സ് നോക്കൂ. മോയ്സ്ചർ കണ്ടന്റ് ഹോൾ മിൽക്ക് പൗഡറിലാണെങ്കിൽ നോട്ട് മോർ ദാൻ 4%, സ്കിം മിൽക്ക് പൗഡറിലാണെങ്കിൽ നോട്ട് മോർ ദാൻ 5% ആണ്. മിൽക്ക് ഫാറ്റ് നോക്കൂ, നോട്ട് ലെസ് ദാൻ 26% ആണ്. സ്കിംഡ് മിൽക്കിന്റെ കേസിൽ ഫാറ്റ് ആണല്ലോ, അപ്പൊ ഫാറ്റ് വളരെ കുറവാണെന്ന് ഓർക്കണം. അപ്പൊ നോട്ട് മോർ ദാൻ 1.5% ആണ്. മിൽക്ക് പ്രോട്ടീൻ എത്രയാണ്? നോട്ട് ലെസ് ദാൻ 34% ആണ്. ഹോൾ മിൽക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്കിംഡ് മിൽക്ക് പൗഡർ ആയിക്കോട്ടെ, രണ്ടിനും നോട്ട് ലെസ് ദാൻ 34% ആണ്. അതുപോലെ തന്നെ ടൈട്രബിൾ അസിഡിറ്റി എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള ലാക്ടിക് ആസിഡിന്റെ പെർസെന്റേജ് ആണ്. അത് എത്രയാണ്? നോട്ട് മോർ ദാൻ 18% ആണ്. അതായത് നോർമലി ഒരു 0.13 to 0.18 ഒക്കെയാണ് മാക്സിമം ടൈട്രബിൾ അസിഡിറ്റി അല്ലെങ്കിൽ പെർസെന്റേജ് ഓഫ് ലാക്ടിക് ആസിഡ് പാലിൽ വേണ്ടത്. അപ്പം നോട്ട് മോർ ദാൻ 18% ആയിരിക്കും അതിനകത്തുള്ള ടൈട്രബിൾ അസിഡിറ്റി. അത് ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഇൻസോളിബിലിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത് രണ്ട് കേസിലും, അതായത് ഹോൾ മിൽക്ക് പൗഡർ ആയിക്കോട്ടെ സ്കിംഡ് മിൽക്ക് പൗഡർ ആയിക്കോട്ടെ, നോട്ട് മോർ ദാൻ 2% ആണ്, നോട്ട് മോർ ദാൻ 2 ml ആണ്. ഇൻസോളിബിൾ ഇൻഡെക്സ് എന്ന് പറയുന്നത് നോട്ട് മോർ ദാൻ 2 ml ആണ്. ഇനി ടോട്ടൽ ആഷ് കണ്ടന്റ്, അതായത് എത്രത്തോളം മിനറൽ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്, ഡ്രൈ വെയിറ്റിന്റെ ബേസിസിലാണ്. നോട്ട് മോർ ദാൻ 7.3 ഇൻ ഹോൾ മിൽക്ക് പൗഡർ ആൻഡ് സ്കിം മിൽക്ക് പൗഡർ ആണെങ്കിൽ നോട്ട് മോർ ദാൻ 8.2%. അപ്പൊ ഇങ്ങനത്തെ ടേബിളുകൾ നിങ്ങൾ ഒന്ന് ഓടിച്ചു നോക്കിയേക്കുക. വേണമെങ്കിൽ നിങ്ങളൊന്ന് നിങ്ങളുടെ ആ ഒരു പഠിക്കുന്ന ബുക്കിലൊക്കെ ഒന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇടയ്ക്ക് ഒന്ന് മറിച്ചു നോക്കി നിങ്ങൾക്ക് ഒരു ഫെമിലിയർ ആക്കി വെക്കാം. ഇനി അടുത്തത് ബേബി ഫുഡ് അല്ലെങ്കിൽ ഇൻഫാന്റ് മിൽക്ക് ഫുഡ്. അപ്പൊ നോക്കിക്കേ, ഇൻഫാന്റ് മിൽക്ക് ഫുഡ് മീൻസ് ദ പ്രോഡക്റ്റ് പ്രിപ്പയർഡ് ബൈ സ്പ്രേ ഡ്രൈയിങ് ഓഫ് മിൽക്ക് ഓഫ് കൗ ഓർ ബഫലോ. അപ്പൊ കൗവിന്റെയോ ബഫലോയുടെയോ അല്ലെങ്കിൽ അതിന്റെ ഒരു മിക്സർ ആയിട്ടുള്ള പാലിനെ എടുത്തിട്ട് സ്പ്രേ ഡ്രൈ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്പ്രേ ഡ്രൈയിങ് ആണ് ഇവിടെ ചെയ്യുന്നത്. സ്പ്രേ ഡ്രൈയിങ് ചെയ്തിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? ഇൻഫാന്റ് മിൽക്ക് ഫുഡ് ഉണ്ടാക്കുന്നത്. ദ മിൽക്ക് മേ ബി മോഡിഫൈഡ് by partial removal or substitution of
ഡിഫറെന്റ് മിൽക്ക് സോളിഡ്സ്. അപ്പൊ പല മിൽക്ക് സോളിഡ്സ്, കാർബോഹൈഡ്രേറ്റ്, അതായത് ഇപ്പൊ സുക്രോസ്, ഡെക്സ്ട്രോസ്, ഡെക്സ്ട്രിന്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, മാൾട്ടോസ്, ലാക്ടോസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പാർഷ്യലി റിമൂവ് ചെയ്യുകയോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയോ ചെയ്യുന്നുണ്ട്. അതുപോലെ സോൾട്ടുകളായിട്ടുള്ള ഫോസ്ഫേറ്റ്സ്, സിട്രേറ്റ്സ്, അതുപോലെ വൈറ്റമിൻ എ, ഡി, ഇ, ബി, വൈറ്റമിൻ സി, മറ്റ് വൈറ്റമിനുകൾ, മിനറലുകൾ, അതായത് നമ്മളുടെ അയൺ, കോപ്പർ, സിങ്ക്, അയഡിൻ, ഇതൊക്കെ നമുക്ക് ആഡ് ചെയ്യുകയോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയോ ഒക്കെ ചെയ്യാൻ സാധിക്കും. ഇനി ദ പ്രോഡക്റ്റ് ഷാൽ ബി ഫ്രീ ഫ്രം ലംസ്. അപ്പൊ എന്താണ്, ഇങ്ങനെ കട്ട കെട്ടി കിടക്കാനൊന്നും പാടില്ല. കാരണം ഇൻഫാന്റ് ഫുഡാണ് അല്ലെ, നവജാത ശിശുക്കൾക്ക് കൊടുക്കുന്നത്. അപ്പൊ അത്രയും എന്താണ്, ഹൈജീനിറ്റി ഉറപ്പായിരിക്കണം, യാതൊരു രീതിയിലുള്ള കെമിക്കൽ കണ്ടാമിനേഷനും ഇല്ലെന്ന് ഉറപ്പുവരുത്തണം. അതുപോലെ എന്താണ്, യൂണിഫോമിറ്റി ആൻഡ് അപ്പിയറൻസ് വേണം. അതുപോലെ ലംസ് ഒന്നും, അതായത് ഇങ്ങനെ കട്ടയായിട്ടൊന്നും ഉണ്ടാവരുത്, യൂണിഫോം അപ്പിയറൻസ് ആയിരിക്കണം. ആന്റി ഓക്സിഡൻസ് എന്താണ്, ഇറ്റ് ഷാൽ ബി ഫ്രീ ഫ്രം സ്റ്റാർച്ച് ആൻഡ് ആഡഡ് ആന്റി ഓക്സിഡൻസ്. അപ്പൊ അഡീഷണൽ ആയിട്ട് നമ്മൾ സ്റ്റാർച്ചോ ആന്റി ഓക്സിഡൻസോ ഒന്നും ആഡ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ മറ്റ് ഡർട്ടുകൾ, എക്സ്ട്രാനസ് മെറ്റീരിയൽസ്, പ്രിസർവേറ്റീവ്സ്, ആഡഡ് കളർ, ഫ്ലേവർ, അതുപോലത്തെ ഒരു സാധനം ഉണ്ടാകാൻ പാടില്ല. ഹ്യൂമൻ ഹെൽത്തിനെ അഫക്ട് ചെയ്യുന്ന ഒന്നും ഉണ്ടാവാൻ പാടില്ല. കാരണം സാധാരണ അഡൽട്സിന് കൊടുക്കുന്നതിനേക്കാളും ശ്രദ്ധയോടുകൂടി വേണം എന്തുണ്ടാക്കാൻ, ഇൻഫാന്റ് മിൽക്ക് അല്ലെങ്കിൽ ബേബി ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കണം. പിന്നെ എന്താണ്, യാതൊരു രീതിയിലുള്ള റാൻസിഡിറ്റിയോ മസ്റ്റി ഓർഡറോ മോശമായിട്ടുള്ള ടേസ്റ്റോ ഫുഡ് അഡിക്റ്റീവ്സോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. പിന്നെ എന്താണ്, ഷാൽ ബി പാക്ഡ് ഹെർമെറ്റിക്കലി സീൽഡ് ആയിരിക്കണം. നല്ല സ്റ്റെറൈൽ ആയിട്ടുള്ള അസെപ്റ്റിക് കണ്ടീഷനിൽ ഹെർമെറ്റിക്കലി സീൽഡ് ആയിരിക്കണം, ക്ലീൻ ആയിരിക്കണം. പിന്നെന്താണ്, സൗണ്ട് കണ്ടെയ്നേഴ്സ് ഓർ ഇൻ ഫ്ലെക്സിബിൾ പാക്ക് ആയിരിക്കണം. ഇറ്റ് ഈസ് മെയ്ഡ് ഫ്രം ഫിലിം ഓർ എ കോമ്പിനേഷൻ ഓഫ് എനി അതർ സബ്സ്ട്രേറ്റ് മെയ്ഡ് ഓഫ് ബോർഡ് പേപ്പർ, പോളിയെത്തിലിൻ, പോളിയസ്റ്റർ, മെറ്റലൈസ്ഡ് ഫിലിം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് വളരെ ഡിറ്റീറിയേഷൻ ഒന്നും ഇല്ലാത്ത നല്ല രീതിയിലുള്ള പാക്കേജിങ് ആയിരിക്കണം. അതുപോലെ ഫുഡ് കളർ, ആഡഡ് കളർ, മസ്റ്റി ഫ്ലേവർ, ആന്റി ഓക്സിഡൻസ്, സ്റ്റാർച്ച്, ഡർട്ട്, എക്സ്ട്രാനസ് മെറ്റീരിയൽസ്, പ്രിസർവേറ്റീവ്സ്, ഇതൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയിരിക്കണം. കാരണം ലംസ് ഉണ്ടാവാൻ പാടില്ല. അതുപോലെ യൂണിഫോം അപ്പിയറൻസ് ആയിരിക്കണം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർക്കണം. ഇതൊക്കെ FSSAI പ്രകാരമുള്ള കണ്ടീഷൻസ് ആണ്. ഇനി മാൾട്ടഡ് മിൽക്ക് പൗഡർ അല്ലെങ്കിൽ മാൾട്ടഡ് മിൽക്ക് ഫുഡ് എന്ന് പറയുന്നത് എന്താണ്, മാൾട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, മാൾട്ടോസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താണ്, കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ എന്താണ്, നമ്മുടെ സിറിയൽ ബേസ്ഡ് എന്ന് ഓർത്താൽ മതി. അപ്പൊ സിറിയൽ ബേസ്ഡ് ആയിട്ടുള്ള കോംപ്ലിമെന്ററി ഫുഡ്സ് ആണ് എന്ത് പറയുന്നത്, മാൾട്ടഡ് മിൽക്ക് പൗഡർ അല്ലെങ്കിൽ ഫുഡ് എന്ന് പറയുന്നത്. ഇതിനകത്ത് പൾസസ്, സോയാബീൻ, മില്ലറ്റ്സ്, നട്ട്സ്, എഡിബിൾ ഓയിൽ സീഡ്സ്, ഇതൊക്കെ പ്രോസസ് ചെയ്തിട്ട് കിട്ടുന്ന സാധനമാണ്. ഓക്കെ, ഇനി ഇറ്റ് മേ കണ്ടെയ്ൻ എഡിബിൾ വെജിറ്റബിൾ ഓയിൽ ഉണ്ടാകാം. ഇതിനകത്ത് എന്തുണ്ടാകാം, എഡിബിൾ വെജിറ്റബിൾ ഓയിൽ ഉണ്ടാകാം, മിൽക്ക് സോളിഡ് ഉണ്ടാകാം, വേരിയസ് കാർബോഹൈഡ്രേറ്റ്സ്, അതായത് നമ്മുടെ ഗ്ലൂക്കോസ്, ഡെക്സ്ട്രോസ്, ഡെക്സ്ട്രിൻസ്, മാൾട്ടോഡെക്സ്ട്രോസ്, മാൾട്ടോസ്, ലാക്ടോസ്, അതുപോലെ കാൽഷ്യം സോൾട്ടുകൾ, ഫോസ്ഫേറ്റ്സ്, സിട്രേറ്റ്സ്, പിന്നെ മറ്റ് ന്യൂട്രീഷണലി സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള മറ്റ് മിനറൽസ്, വൈറ്റമിൻസ് എല്ലാം എന്താണ് ഇതിനകത്ത് ആഡ് ചെയ്യാമെന്നാണ് പറയുന്നത്. അതുപോലെ ഇറ്റ് ഷാൽ കണ്ടെയ്ൻ മിനിമം 10% ഓഫ് മിൽക്ക് പ്രോട്ടീൻ. മിനിമം 10%, ഇത് ഇമ്പോർട്ടന്റ് ആണ്. മിനിമം 10% മിൽക്ക് പ്രോട്ടീൻ അടങ്ങിയിരിക്കണം. 10% മിൽക്ക് പ്രോട്ടീൻ അടങ്ങിയിരിക്കണം ബൈ വെയിറ്റ് ഓഫ് ദ പ്രൊഡക്റ്റ്. അപ്പൊ ആ പ്രൊഡക്റ്റിന്റെ വെയിറ്റിന്റെ 10% എന്താണ്, മിൽക്ക് പ്രോട്ടീൻ അടങ്ങിയിരിക്കണം. പിന്നെ എന്താണ്, ഇറ്റ് ഷാൽ ആൾസോ കണ്ടെയ്ൻ മിനിമം 5% മിൽക്ക് ഫാറ്റ്. അപ്പൊ എന്താണ്, 5% എന്തും വേണം, മിൽക്ക് ഫാറ്റും വേണം. അപ്പൊ ഓർക്കുക, നമ്മള് മാൾട്ടഡ് മിൽക്ക് പൗഡർ അല്ലെങ്കിൽ മാൾട്ടഡ് മിൽക്ക് ഫുഡ് ഉണ്ടാക്കുകയാണ് അല്ലെങ്കിൽ വിപണിയിൽ എത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് 5% മിൽക്ക് ഫാറ്റും 10% മിൽക്ക് പ്രോട്ടീനും നിർബന്ധമായും അടങ്ങിയിരിക്കണം. സ്റ്റേറ്റ്മെന്റ് ഒക്കെ വരാം, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യം വരാം, ഓർത്തിരിക്കണേ. ഇനി എന്താണ്, ഇറ്റ് ഷാൽ ബി ഇൻ ദ ഫോം ഓഫ് പൗഡർ, ഒന്നെങ്കിൽ പൗഡർ രൂപത്തിലായിരിക്കണം, ചെറിയ ഗ്രാന്യൂൾസ് അല്ലെങ്കിൽ ഫ്ലേക്സിന്റെ രൂപത്തിലായിരിക്കണം. പക്ഷെ എന്താണ്, ഇറ്റ് ഷുഡ് ബി ഫ്രീ ഫ്രം ലംസ്, എന്താണ്, കട്ടയായിട്ടൊന്നും ഉണ്ടാകാൻ പാടില്ല. യൂണിഫോം അപ്പിയറൻസ് ആയിരിക്കണം. അതുപോലെ ഡെർട്ടോ മറ്റ് എക്സ്ട്രാനസ് മെറ്റീരിയലോ പ്രിസർവേറ്റീവ്സോ ആഡഡ് കളറോ ഫ്ലേവറോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. അതുപോലെ എന്താണ്, ഇറ്റ് ഷാൽ ബി ഫ്രീ ഫ്രം എനി മെറ്റീരിയൽ വിച്ച് ഇസ് ഹാംഫുൾ ടു ഹ്യൂമൻ ഹെൽത്ത്. അപ്പൊ ഹ്യൂമൻ ഹെൽത്തിന് ഹാംഫുൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലും അതിനകത്ത് അടങ്ങാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇതോടുകൂടി നമ്മളുടെ മിൽക്ക് പ്രോഡക്ട്സിന്റെ ഒരു മേജർ പോർഷനും കംപ്ലീറ്റ് ആയിട്ടുണ്ട് അല്ലെ. അപ്പൊ കണ്ടൻസ്ഡ് ആൻഡ് ഡ്രൈ മിൽക്ക് പഠിച്ചു, ഒരുപാട് ഇൻഡിജീനസ് ആയിട്ടുള്ള മിൽക്ക് പ്രോഡക്റ്റുകൾ പഠിച്ചു. ഇതിനകത്ത് പ്രധാനമായിട്ടും നിങ്ങൾ പഠിക്കേണ്ടത് ഓരോ മിൽക്ക് പ്രോഡക്റ്റും ഇപ്പൊ ഖോയ ബേസ്ഡ്, ചന ബേസ്ഡ്, ചക്ക ബേസ്ഡ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ച മിൽക്ക് പ്രോഡക്റ്റുകൾ, അതിന്റെ ക്ലാസിഫിക്കേഷൻ, അതിന്റെ എക്സാമ്പിളുകൾ, ഇനി സന്ദേശ്, കാലഖണ്ഡ്, അതുപോലെ രസ്ഗുള, അങ്ങനെ ഓരോരോ ഇത് പറഞ്ഞല്ലോ, അതിന്റെ നേറ്റീവ് സ്റ്റേറ്റ് ഏതാണെന്നൊന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ
ഇതിന്റെ മാനുഫാക്ചറിങ് സംഭവങ്ങളും ഒക്കെ നോക്കുക. പിന്നെ ഈ FSSAI പ്രകാരം ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇറ്റ് ഷാൽ ബി ഫ്രീ ഫ്രം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ സെന്റൻസ് കൊടുത്തില്ലേ, അതൊക്കെ നിങ്ങളൊന്ന് നോക്കി പോവുക. കാരണം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ വരികയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും ഈ ഒരു ഏരിയ എന്ന് വരിക. പിന്നെ നിങ്ങൾ മാക്സിമം MCQs വർക്ക്ഔട്ട് ചെയ്യണം. ടേബിളുകൾ എടുത്തു പറഞ്ഞിട്ടുള്ള ടേബിളുകൾ പഠിക്കണം. പെർസെൻറ്റേജ് വാല്യൂ ഒക്കെ എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പഠിക്കണം എന്ന് സ്പെസിഫിക്കലി എഴുതിയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പഠിക്കണം. ഇതൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും മൈക്രോ ഓർഗാനിസംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പഠിക്കണം. അതുപോലെ മറ്റേ പിണ്ടി ധാബ് ധനേധർ അതുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളൊക്കെ പറഞ്ഞല്ലോ, അതൊക്കെ കൃത്യമായിട്ട് നോക്കണം. പിന്നെന്താണ് ശ്രീകന്ത്, അതൊക്കെയാണ് മെയിൻലി ചോദിച്ചു കണ്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ. അപ്പൊ എന്നിട്ട് ഇതിനകത്ത് നമ്മൾ മാക്സിമം MCQs വർക്ക്ഔട്ട് ചെയ്യും. നിങ്ങൾക്ക് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ മാക്സിമം വർക്ക്ഔട്ട് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ ഒരു ഏരിയ ക്ലിയർ ആകും. സോ കൃത്യമായി അന്നന്ന് പഠിപ്പിക്കുന്ന പോർഷൻസ് അന്നന്ന് പഠിക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതി വെക്കുക. ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് പോവുക. കാരണം നമ്മുടെ മുന്നിൽ ഇപ്പോൾ സമയമുണ്ട്. ഈ സമയം നല്ല രീതിക്ക് പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു റാങ്ക് അറ്റൈൻ ചെയ്യാൻ സാധിക്കും. അതല്ല നമ്മൾ എല്ലാം കൂടെ ലാസ്റ്റത്തേക്ക് പഠിക്കുകയാണെങ്കിൽ അത് ഒരു ബാലികേറാമലയായിട്ട് തോന്നാം. കാരണം നമ്മുടെ മുന്നിൽ 5 മൊഡ്യൂളാണുള്ളത്. ഓരോ മൊഡ്യൂളിലും ജസ്റ്റ് ഒരു വാക്കായിരിക്കും എന്താണ് മിൽക്ക് പ്രോസസ്സിംഗ് അല്ലെങ്കിൽ മിൽക്ക് പ്രോഡക്ട്സ്. ഇതിനകത്ത് തന്നെ ഇഷ്ടംപോലെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ അന്നന്ന് പഠിച്ചു പോകുന്നതായിരിക്കും കുറച്ചും കൂടെ ഈസി മെത്തേഡ് ഓഫ് ലേണിംഗ്. സോ അതോടൊപ്പം തന്നെ മാക്സിമം MCQs വർക്ക്ഔട്ട് ചെയ്യാൻ കൂടെ ശ്രമിക്കുക. കുറച്ച് ഡ്രൈ ടോപ്പിക് ആണ് ഈ ഒരു മിൽക്ക് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ, കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ടോപ്പിക് ആണ്. കാരണം കുറെ മാനുഫാക്ചറിങ്ങും പ്രിപ്പറേഷനും ഒക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.